യൂട്യൂബിൽ സ്ഥിരമായിട്ട് ലൈവ് വീഡിയോ ഇടുന്ന ആളുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ സാധ്യതയില്ല. യൂട്യൂബിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് വരണം. ഒന്ന് പൈസയും ഫെയിമും ഒരുമിച്ച് വരണം. ഈ രണ്ടും ഒരുമിച്ച് വന്നാലാണ് യൂട്യൂബിൽ നമുക്കൊരു ആ സക്സസ്സിന് ഒരു പൊറോട്ടയും ബീഫ് പോലെ ഒരു സംഭവം വരിക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഫെയിം മണി രണ്ടും വേണം. പക്ഷേ പലരുടെയും ഒരു തീരുമാനം എന്താ അറിയോ, നമുക്ക് ഫെയിമൊന്നും വേണമെന്നൊന്നുമില്ല, എങ്ങനെയും കുറച്ച് പൈസ കിട്ടിയാൽ മതി എന്നാണ്. പക്ഷേ അത് തീർത്തും ഒരു ശരിയല്ലാത്ത രീതിയാണ്. കാരണം നിങ്ങൾക്കൊരു കുറേ ആൾക്കാരുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് റിജക്റ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ഇങ്ങനെ ഒരു സംഭവം ലൈവിന് പിന്നിലുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരൊക്കെ പലരും ലൈവ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നിക്കൽ അവർ വാർണിംഗ് തരും, ഇല്ലെങ്കിൽ സ്ട്രൈക്ക് തരും. അപ്പോൾ അതുപോലെ 3 സ്ട്രൈക്ക് വന്നാൽ ചാനൽ ഡിലീറ്റ് ആയിട്ട് പോവും. ഒരു വർഷത്തേക്ക് മറ്റൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പുതിയ റൂള്. ഇതാണ് വാല്യൂ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഫെയിം തരുന്ന ലൈവ്. അപ്പം പതുക്കെ എന്ത് ചെയ്യും, ആ ലൈവിനുള്ള നമുക്കുള്ള ഒരു അവസരം കൂടി അത് ഇല്ലാതാക്കും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, യൂട്യൂബിലെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു ലോങ് ടൈമിലേക്ക് ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം അങ്ങ് ക്ലിയറായി കിട്ടും. പിന്നീട് നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക.